നമസ്കാരം. ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിവിധങ്ങളായ സസ്യങ്ങളുടെ ഔഷധ പ്രഭാവത്തെ പറ്റി മനസ്സിലാക്കുന്ന ഈ ചാനലിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് നമുക്ക് ചിരപരിചിതമായ വയമ്പ് എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ്. വയമ്പിനെ പറ്റി നമുക്ക് കൂടുതലായി അറിയാൻ ശ്രമിക്കാം. വയമ്പ് എന്ന പദം വായിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നർത്ഥമുള്ളതാണ്. വായിൽ നിന്ന് ഉണ്ടാകുന്നത് വാക്ക്. വാക്കിന്, ശബ്ദത്തിന്, ബുദ്ധിക്ക് നല്ലതാണ് വയമ്പ് എന്നർത്ഥം. സംസ്കൃതത്തിൽ വച എന്ന പദത്തിന് വാക്ക് എന്ന് തന്നെയാണ് അർത്ഥം. അതായത് വാക്ക് നന്നാവാൻ, വാക്കിന് സ്ഫുടതയുണ്ടാകാൻ, ബുദ്ധി തെളിയുവാൻ വയമ്പ് കൊടുത്താൽ മതി എന്നർത്ഥം. അതാണ് പണ്ടുള്ളവർ വയമ്പിൻ കഷ്ണത്തെ തേനിൽ സ്വർണത്തിൽ ചാലിച്ച് കുട്ടികൾക്ക് ദിവസവും കൊടുത്തു വന്നിരുന്നത്. വയമ്പിന്റെ തരിപ്പ് കാരണം കുട്ടികൾ വേഗത്തിൽ സംസാരിച്ചു തുടങ്ങും എന്ന് അനുഭവത്തിൽ നിന്ന് പണ്ടുള്ളവർക്ക് അറിയാം. സ്വർണം ചേർത്താൽ അത് കൂടുതൽ ഗുണകരമാവുമെന്നാണ് പറയുന്നത്. വാക്കും ബുദ്ധിയും നന്നാകാൻ ഏറ്റവും നല്ല പ്രയോഗമാണ് വയമ്പിൽ സ്വർണമരച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന രീതി. ഇത് ഇന്നും പലരും തുടരുന്നുണ്ട്. ഭാരതത്തിൽ എല്ലായിടത്തും ധാരാളമായി വളരുന്ന ഒരു അത്യത്ഭുത ഔഷധ ഗുണമുള്ള ചെടിയാണ് വയമ്പ്. നനവുള്ള സ്ഥലങ്ങളിൽ വയമ്പ് ധാരാളമായി വളരും. വേര്, തണ്ട്, ഇല എന്നിവ ഔഷധ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ബുദ്ധിയെ ഉത്തേജിപ്പിക്കുകയും ഓർമ്മശക്തി ഉണ്ടാക്കുകയും കാര്യഗ്രഹണ ശക്തി പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഔഷധങ്ങളിൽ ഒന്നാമത്തേതാണ് വയമ്പ്. ശുക്ലം വർദ്ധിപ്പിക്കും, യൗവനം നിലനിർത്തും, കാഴ്ച ശക്തിപ്പെടുത്തും, വിഷങ്ങൾ നശിപ്പിക്കും, ഞരമ്പ് രോഗങ്ങൾ സുഖപ്പെടുത്തും എന്നതെല്ലാം വയമ്പിൻ്റെ ഗുണത്തെ കുറിച്ച് കാണിക്കുന്ന കാര്യങ്ങളാണ്. വയമ്പ് അരേസി കുലത്തിൽപ്പെടുന്നു. അക്കോറസ് കലാമസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. സ്വീറ്റ് ഫ്ലാഗ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നു. ഇതിൻ്റെ കിഴങ്ങുകളിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ഒരു സുഗന്ധ തൈലമുണ്ട്. ഇത് മദ്യത്തിന് മണവും രുചിയും ഉണ്ടാക്കാൻ ചേർക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അല്പം അതിശയമല്ലേ? ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയാണ് വയമ്പ്.